ഹായ് ഗുഡ് മോർണിംഗ്. 37 ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. സോ നമുക്ക് തുടങ്ങാം. പ്രസൻറ്റേഷൻ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. സോ കഴിഞ്ഞ ക്ലാസ് എപ്പോഴായിരുന്നു? വെള്ളിയാഴ്ച, ഫ്രൈഡേ എങ്ങാണ്ടായിരുന്നല്ലേ? അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ടിരുന്നത് വേവ്സിനെ കുറിച്ചായിരുന്നു. വി ആർ ടോക്കിംഗ് അബൌട്ട് വേവ്സ്. എന്താണ് വേവ്സ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ സം മീഡിയം ഫ്രം വൺ ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഓക്കെ, ചെറിയൊരു ഡിസ്റ്റർബൻസ് മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നു. ഓർ വേവ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എനർജി ട്രാൻസ്ഫർ ഓർ മൊമെൻറ്റം ട്രാൻസ്ഫർ വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മാറ്റർ. ശരിക്കും മാറ്റർ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാതെ നമുക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വേവ്സിന്. നമ്മൾ അതിന് ഒരുപാട് എക്സാമ്പിൾസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ആൻഡ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു വേവ്സ് ബേസ്ഡ് ഓൺ ദി medium in which they are propagating. If a wave require a medium to propagate, such waves are called mechanical waves. ഇപ്പോൾ മീഡിയം വേണ്ട, വേഗത്തിൽ കൂടിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വേവ് ആണെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വിളിച്ചു. ആൻഡ് വോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. നമ്മുടെ വിസിബിൾ ലൈറ്റ് പോലും അതിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദി വൈബ്രേഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ മീഡിയം. മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഏത് ഡയറക്ഷനാണോ വൈബ്രേറ്റ് ചെയ്തത് അതിനെ ബേസ് ചെയ്ത് പിന്നെയും വേവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു ഇൻറ്റു ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ് മീൻസ് ദ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ വേവ് എങ്ങോട്ടാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന് പാരലായിട്ടായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ, ലോഞ്ചിറ്റ്യൂണൽ വേവിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂണൽ വേവ്സ്. നമ്മൾ ജസ്റ്റ് ഒരു ഫിഗറൊക്കെ വരച്ചായിരുന്നു, അല്ല ഫിഗർ കാണിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ട്രാൻസ്വേഴ്സ് വേവിന് നമുക്ക് വേണമെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്ന ഒരു സ്ട്രിങ്, ഒരു വലിച്ചിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൽ നമ്മൾ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വൈബ്രേഷൻസ് അസൈൻ ചെയ്ത് കൊടുത്താൽ അത് വൈബ്രേറ്റ് ചെയ്യും. ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ, വൺ ഡയമെൻഷണൽ വേവ്, ഒരു വൺ ഡയമെൻഷണൽ വേവ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പൾസ് ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ദാറ്റ് ലുക്ക് ലൈക്സ് ദിസ്: ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v square dou square u by dou t square. ദിസ് ഈസ് ദ സ്പേഷ്യൽ ഡെറിവേറ്റീവ്. ഇത് സെക്കൻഡ് ഓർഡർ സ്പേഷ്യൽ ഡെറിവേറ്റീവ് ആണ്, അതായത് എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതിവിടെ ടൈം ഡിഫറൻഷ്യലാണ്, അതായത് ടൈം വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വി ഈസ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഈ സിംഗിൾ പൾസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് മീഡിയത്തിൽ കൂടി മൂവ് ചെയ്യുന്ന വെലോസിറ്റി, എത്ര സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്, അതാണ് വി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് today we are solving this equation to find a solution for one dimensional wave equation. One dimensional wave equation നമുക്കൊരു സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക? We want to solve this differential equation. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. സോ we have this differential equation dou square u by dou x square. രണ്ട് സൈഡിലും പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സോ we are starting this solution by assuming that let the solution be. ഇതിന്റെ സൊല്യൂഷൻ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ യു ഓഫ് സം എക്സ് ടി ആണ്. ബിക്കോസ് യുവിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന യുവിനെയാണ്, ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന യുവിനാണ്. സോ യു ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് യു ഓഫ് എക്സ് ടി അറ്റ് സം പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി. വാട്ട് ഈസ് ദ യു? വാട്ട് ഈസ് യു? യു ഈസ് ദ ഒരു സിംഗിൾ പൾസ് ഒരു
മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ യു എന്ന് പറയുന്ന വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദിസ് എലമെന്റ് ഓഫ് സ്ട്രിങ്, ഈ എലമെന്റ് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് ആണെന്നാണ് യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് സം യു ഓഫ് എക്സ് ടി. സോ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് യു ഓഫ് എക്സ് ടി, which is the displacement of particle or displacement of element, anything that vibrates in or in which wave propagates at position x and time t. Okay, so first initially we assume that the solution u of xt is in the form of x of x into t of t. അതായത് സൊല്യൂഷൻ യു ഓഫ് എക്സ് ടി, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനായ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. അതായത് സം എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. ഇതൊക്കെ ആർബിട്രറി ഫംഗ്ഷൻസ് ആണ്. ബട്ട് the property is that x of x is the function of x only, and t of t is the function of y only. അതായത് നമ്മൾ പറയുന്നു ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ആണല്ലോ. അതെന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും, എക്സ് ഓഫ് എക്സ് ഇൻറ്റു സം ടി ഓഫ് ടി. ഈ എക്സും ടിയും ഫംഗ്ഷൻ നമുക്കറിയില്ല, പക്ഷെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇത് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഈസ് ഓർ ദി ക്യാരക്ടർ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് ഇറ്റ് ഈസ് ദ ഓൺലി ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് പൊസിഷൻ സ്മോൾ എക്സിന്റെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ടിക്ക് ഡിപ്പെൻഡൻസ് ഇല്ല എക്സിൽ. സിമിലർലി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടിയുടെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കും. ഇത് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ, അങ്ങനെ എന്തോ ഒരു മെത്തേഡാണ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ദിസ് ടി ഓഫ് ടി ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ടി ഓൺലി. അതായത് മെയിൻലി ടി ഓൺലി എന്ന് പറയുമ്പോൾ എക്സിന് ഡിപ്പെൻഡൻസ് ഇല്ല ഈ ക്യാപിറ്റൽ ടി എന്ന ഫംഗ്ഷനിൽ. സോ വി അസ്യൂം ദാറ്റ് യു ഓഫ് എക്സ് ടി ബി ഇൻ ദ ഫോം എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. വാട്ട് വി ഡു, ഇതാണ് ഫോമെങ്കിൽ ജസ്റ്റ് റീസബ്സ്റ്റിറ്റ്യൂട്ട് യു ഓഫ് എക്സ് ടിക്ക് പകരം, ഈ ഇക്വേഷനിലെ യുവിന് പകരം ഈ ദിസ് എക്സും ടിയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എക്സ് ടി എന്ന് പറയുന്നത് അവിടുത്തെ യുവിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഫോം ഓഫ് ഇക്വേഷൻ ടു ഇൻ our main one-dimensional wave equation, what will happen? Dou square by dou x square into യുവിന് പകരം നമ്മൾ എക്സ് ടി, എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി ആണല്ലോ, എക്സ് ടി equal to 1 by v square dou square by dou t square into, ഓക്കെ ഇവിടെ യു ആണല്ലോ, ഈ യുവിന് പകരം നമ്മളിവിടെ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ടി. വാട്ട് ഹാപ്പൻസ്, ഇത് എക്സിനോട്, ദിസ് ഈസ് ദ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ എന്താ പറഞ്ഞത്, ടി എന്ന് പറയുന്നത് എക്സിന് ഡിപ്പെൻഡന്റ് അല്ല, ടി എന്ന് പറയുന്നത് ടീന്റെ മാത്രം ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ടൈമിന്റെ മാത്രം ഫംഗ്ഷനാണ് ഈ ക്യാപിറ്റൽ ടി. വി ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. സോ ടി ഇൻറ്റു ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ equal to 1 by v square into, this is partial differential with respect to t. നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ യുവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ് ഉണ്ട്, ആൻഡ് എക്സ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സിന്റെ മാത്രം ഫംഗ്ഷനാണ്, ടിക്ക് അതിൽ ഡിപ്പെൻഡൻസ് ഇല്ല. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഔട്ട് സൈഡ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ അല്ല, എക്സ് ആണ്, ഇൻറ്റു ഡി സ്ക്വയർ ടി ബൈ ഡി ടി സ്ക്വയർ. Or we can replace this partial differentiative with the real differential. അതായത് നമുക്ക് ടി ഇൻറ്റു ഡോ എന്ന് പറയുന്ന സൈൻ വരും ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 by v സ്ക്വയർ എക്സ്. ഇത് ഇത് ഇൻറ്റു എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ സൈൻ അല്ല, എക്സ് ആണ്. എനിക്കും പലപ്പോഴും കൺഫ്യൂഷൻ ആയി പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇൻറ്റു ഡി സ്ക്വയർ ടി ബൈ ഡി ടി സ്ക്വയർ. കാരണം നമ്മൾ ഇവിടുന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ മാറ്റി ഡയറക്റ്റ് ഡിഫറൻഷ്യൽ എഴുതി. കാരണം എന്താണ്, എക്സ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സിന്റെ മാത്രം ഫംഗ്ഷനാണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യലും സാധാരണ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാലും രണ്ടും സെയിം ആണ്. കാരണം എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ മാത്രം ഫംഗ്ഷനാണ്. ടി ഉണ്ടായിരുന്നെങ്കിൽ പറയാം പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ ഡിഫറൻഷ്യലിനേക്കാളും വ്യത്യാസം ഉണ്ടാവും പറയാം. ബട്ട് സിമിലർലി ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടിയുടെ മാത്രം ഫംഗ്ഷനാണ്. സോ വി ക്യാൻ ടേക്ക് ദ ഒറിജിനൽ ഡിഫറൻഷ്യൽ, അതായത് സാധാരണ ഡിഫറൻഷ്യൽ എടുക്കാൻ പറ്റും. നോർമൽ ഡിഫറൻഷ്യൽ സൈൻ എടുത്തു. സോ വി ഗെറ്റ് an equation like this: capital T into d square x by dx square equal to 1 by v square x d square t by
d square t by dt square. Now divide the both side of equation with xt. ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും എക്സ് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് എക്സ് ടി? എക്സ് ടി എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഫംഗ്ഷൻ തന്നെയാണ്. എക്സ് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വാട്ട് ഹാപ്പൻ? ഇവിടെ എക്സ് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിയും കട്ടായി പോകും. ഇവിടെ ഒരു 1/x വരും. സിമിലർലി ഇവിടെ എക്സ് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കട്ടായി പോകും. ഇവിടെ ഒരു 1/t വരും. സോ വി ഗെറ്റ്, നമ്മളിവിടെ ഇഫ് വി ഡിവൈഡ് ദിസ് ഇക്വേഷൻ വിത്ത് എക്സ് ടി, what will happen is we get an equation like this. One by x d square x by dx square equal to 1 by tv square d square t by dt square. ഓക്കെ, അതായത് ഇവിടെ എക്സ് ടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ചെയ്തപോലെ തന്നെ ടിയും കട്ടായപ്പം ഇവിടെ 1/x ആവും വരിക. സിമിലർലി ഇവിടെ എക്സും കട്ടായപ്പം ഇവിടെ 1/t ആയിരിക്കും വരിക. അതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത് 1/x d square x by d square x by dx square equal to 1/tv square d square t by dt square. Okay, look at this equation. ഈ ഇക്വേഷൻ അനലൈസ് ചെയ്ത് look at the left hand side of it. ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ദിസ് ഓൾ ടേം, ഈ മൊത്തം ടേംസും ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. LHS ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. ഇതെന്ന് പറയുന്നത് ഇവിടെ 1/x ആണ്, ഇവിടെ d square x by dx square ആണ്. LHS ഓഫ് ഇക്വേഷൻ ഓൺലി ദ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. ഫംഗ്ഷൻ ഓഫ് എക്സ് ഓൺലി. സിമിലർലി ലുക്ക് അറ്റ് ദിസ്. നമുക്കറിയാം v എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതിന് എക്സിലോ ടിയിലോ ഒരു ഡിപ്പെൻഡൻസും ഇല്ല. Here we have t. T is the നമ്മൾ എന്താ എടുത്തത്? Capital T is the function of t time only, and here also capital T function of t only. That means the whole right hand side of equation is function of t only. So we get, when we analyzing this equation, we get that the the left hand side of equation is only the function of x only, and the right hand side of equation is function of t only. What we will do? Okay, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൺസിഡർ നമുക്കൊരു ഇക്വേഷൻ സം f of x equal to some g of t. What will happen? ഓക്കെ, അതായത് ഇവിടെ ഒരു എക്സിന് ഒരു ചേഞ്ച് വരുന്നെന്ന് വിചാരിക്കുക. നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന എക്സിന്റെ മാത്രം ഫംഗ്ഷനാണ്. ഇവിടെ എക്സിന് ഒരു ചേഞ്ച് വരുന്നെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ എഫിനും ചേഞ്ച് വരും. എഫ് എന്ന് പറയുന്നത് എക്സിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എഫിനും ചേഞ്ച് വരും, എക്സിനൊരു ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ജി ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ജി എന്ന് പറയുന്ന എക്സിന്റെ ഫംഗ്ഷൻ അല്ല, ടിയുടെ ഫംഗ്ഷൻ ആണ്. കൂടാതെ ഈ ടിയും എക്സും തമ്മിൽ വലിയൊരു ബന്ധമില്ല. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ ടി ആൻഡ് എക്സ്. സോ ഹിയർ നോ ചേഞ്ച് വിൽ ഒക്കർ. സോ ദാറ്റ് മീൻസ് ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചേഞ്ച് വരുന്നു, ഫംഗ്ഷൻ ഒരു ചേഞ്ച് വരുന്നു. ദാറ്റ് മീൻസ് വാല്യൂവിന് ഒരു ചേഞ്ച് വരുന്നു. പക്ഷെ അത് റൈറ്റ് ഹാൻഡ് സൈഡിനെ ബാധിക്കില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് വരുന്നില്ല. ദാറ്റ് വുഡ് നോട്ട് ബി ഹാപ്പൻ. അത് ശരിയാവില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചേഞ്ച് വന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരണം, ആൻഡ് വൈസ് വേഴ്സ. സോ ദാറ്റ് മീൻസ് ഇഫ് വി ഹാവ് എ ടു ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി, രണ്ട് വേരിയബിളിന്റെ ഒരു ഫംഗ്ഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ഓൺലി scenario in which this equation satisfies is both of this function is equal to some constant k. അതായത് രണ്ട് ഫംഗ്ഷനും ഷുഡ് ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് k ആയിരിക്കണം. കാരണം കോൺസ്റ്റന്റിന് മാറ്റം വരില്ലല്ലോ നമ്മൾ എക്സും ടിയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ദ ഓൺലി സാറ്റിസ്ഫൈങ് ഇക്വേഷൻ. ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. സിമിലർലി here this RHS is LHS is the function of x only and RHS is function of t only. The only satisfying condition in which this equation satisfies is this whole equation, this left hand side, right hand side should be equal to a constant. ഈ equation left hand side ഉം right hand side ഉം ഒരു കോൺസ്റ്റന്റിന് ഈക്വൽ ആയിരിക്കണം. let's assume that constant be minus k square. നമ്മൾ അസ്യൂം ചെയ്യാണ് അത് രണ്ട് സൈഡും കോൺസ്റ്റന്റിനോട് ഈക്വൽ ആയിരിക്കണമല്ലോ, കാരണം ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് അസ്യൂം that constant be minus k square. നമ്മൾ അസ്യൂം ചെയ്യണം അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ let that constant be minus k square. minus k square ആണെങ്കിൽ let substitute back here. അങ്ങനെയാണെങ്കിൽ take the left hand side of equation 1/x d square x by
dt square equal to minus k square. Okay, substitute ചെയ്ത് ചെയ്യുവാണെങ്കിൽ we get 1 by x d square x by dt square plus k square equal to 0, or we get മൊത്തം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സോറി അല്ല മൊത്തം എക്സ് കൊണ്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ദ ഹോൾ ഇക്വേഷൻ വിത്ത് എക്സ് കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് ബൈ എക്സ് 1 കിട്ടും. സോ വി ഗെറ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. We get an equation like this. Take this as equation 3. Similarly, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് മൈനസ് കെ സ്ക്വയർ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും മൈനസ് കെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കണം. സോ റൈറ്റ് ദാറ്റ്, അത് നമ്മൾ ചെയ്യണം. വൺ ബൈ ടി വി സ്ക്വയർ ഡി സ്ക്വയർ ടി ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ, or 1 by tv square d square t by dt square plus k square equal to 0, or we can write multiply the whole equation with tv square. മൊത്തം ഇക്വേഷൻ, ഈ മൊത്തം ഇക്വേഷൻ നമ്മൾ ടി വി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് ഗിവ്സ് us d square t by dt square plus k square v square t equal to 0. And we are assuming that let this constant k square ഒരു constant ആണ് and velocity is a constant. So let k square v square is equal to ഒമേഗ സ്ക്വയർ. നമ്മൾ കെ സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണ് ലെറ്റ് ദാറ്റ് ദിസ് കോൺസ്റ്റന്റ് ഷുഡ് ബി ഈക്വൽ ടു കെയും വിയും കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് കെ സ്ക്വയർ വി സ്ക്വയർ എന്ന ടേം കോൺസ്റ്റന്റ് ആണ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ലെറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് ബി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. നമ്മൾ ഒമേഗ എന്താണെന്ന് ഈ വേവ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും വാട്ട് ഈസ് ഒമേഗ ഡിറ്റർമിൻ ചെയ്യും. സോ നൗ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് കോൺസ്റ്റന്റ് കെ സ്ക്വയർ വി സ്ക്വയർ ആസ് ഒമേഗ സ്ക്വയർ. Then what happened to this equation? This equation become d square t by dt square plus omega square t equal to 0. This is equation 4. And what is the നമ്മൾ കഴിഞ്ഞ പേജിൽ കണ്ട ഇക്വേഷൻ എന്താണ്? d square x by dt square plus സോറി നമുക്കിവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലല്ലോ, എക്സ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഓക്കെ ഓക്കെ കാരണം ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്നാണല്ലോ എടുത്തത്. സോ ഹിയർ വി വാണ്ട് ടു റൈറ്റ് ആസ് ഡി എക്സ് സ്ക്വയർ. അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, സോറി. Okay, so we are rewriting this equation to the next pages. d square x by dx square plus k square x equal to 0. So we have two differential equation representing function t and x. t നെ x നെ represent ചെയ്യുന്ന രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ഇതുവരെ എന്താ ചെയ്തേന്ന് ജസ്റ്റ് കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാം. So we know the one-dimensional wave equation representing a wave traveling in one dimension, or it is a differential equation. We are solving this differential equation to find the solution of one-dimensional wave equation. One-dimensional wave equation solution കാണാൻ വേണ്ടി നമ്മൾ ഇത് സോൾവ് ചെയ്യാണ്. So we assumed that let the solution u of x t be in the form x of x into t of t, where x is the function of x only and t is the function of t only. Then we substitute this form into our original differential equation and we get an equation like this. And the character of this equation is that the left hand side is the function of x only and right hand side is the function of t only.
Then only condition scenario in which this condition to be satisfied is the left hand side and the right hand side of equation to be equal to a constant. So we assume that constant be minus k square, and resubstituting back into equation we get two equations, two differential equation describing the function t and x like this. What is a, so we are writing the solution of the, what is the solution of equation like this? ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തു. അത് നമ്മളൊരു സ്പെഷ്യൽ കേസ് എടുത്തിട്ടാണ് സോൾവ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് ഒരു കുറേ സിംപ്ലിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടാണ് സോൾവ് ചെയ്തത്. ടുഡേ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനും കൂടി സോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെയും കോംപ്ലക്സ് ആകും. സോ വി ആർ ഡയറക്ട്ലി റൈറ്റിംഗ് ദി ഇക്വേഷൻ, writing the solution of this different, ഇതൊരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ വി നോ ദാറ്റ് the solution of such differential equation x of x is given by, if x is represented by differential equation d square x by dx square plus k square x equal to 0, then x of x equal to, it should be given as some arbitrary constant a1 into e raised to plus or minus I k x. Similarly, t of t should be given by some function a1 into, a2 into e raised to plus or minus I omega t. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത്? ടി ഓഫ് ടി, ടി എന്ന ഫംഗ്ഷനെയും എക്സ് എന്ന ഫംഗ്ഷനെയും ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ മുമ്പ് ചെയ്ത ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ രണ്ട് എൽ എച്ച് എസും ആർ എച്ച് എസും കോൺസ്റ്റന്റിനോട് ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അത് ആ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി, ടിക്കും എക്സിനും. സോ ഇതൊരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ അറിയാം, കാരണം ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഭയങ്കര ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അതിന്റെ സൊല്യൂഷൻ ഓൾറെഡി അറിയാം. കാരണം ചില ജനറൽ ഇന്റഗ്രേഷൻ ഫോർമുല ഉണ്ടല്ലോ നമുക്കറിയാം, അല്ലെങ്കിൽ സൈൻ എ പ്ലസ് ബി നമുക്കറിയാം, വാട്ട് ഈ സൈൻ എ കോസ് എ, അതിന്റെ എക്സ്പ്രഷൻ അറിയാം, നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സിമിലർലി, അത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, സിമിലർലി ദിസ് ഈസ് എ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ പഠിക്കും ദിസ് ഈസ് എ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ദ സൊല്യൂഷൻ, if this general equation is in the form of this, then the solution is given by this, t of t equal to some a to e raised to I omega t and x of x equal to a1 plus or minus I k x. ഓക്കെ, ഈ a1 a2 ഒക്കെ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അതൊക്കെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ബട്ട് നൗ വി ആർ ഡെറൈവിംഗ് എ ജനറൽ സൊല്യൂഷൻ ഫോർ a wave traveling through a medium. Okay, so we get expression for t of t and x of x like this. So what we assumed first, നമ്മൾ assume ചെയ്തത് എന്താ? നമ്മൾ ഫസ്റ്റ് assume ചെയ്തത് solution u of xt be in the form of x of x into t of t. Now we get that solution of x of x is in the form a1 e raised to plus or minus ikx, and t of t, capital T of function of time is given by a2 into some e raised to plus or minus I omega t. So we get these two equations. So for substitute this final expression into our assumption, നമ്മൾ assume ചെയ്ത സൊല്യൂഷനിലേക്ക് നമുക്ക് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What do we get? U of xt equal to x of x, that means a1 e raised to plus or minus ikx into t of t. Here we have t of t, so a2 e raised to plus or minus I omega t. That means a1 a2 into e raised to ikx plus or minus omega t. U of xt equal to a1 a2 into e raised to ikx plus or minus omega t. Or we can write the general solution of one dimensional wave equation is given by a e raised to ikx
plus or minus omega t. Let this a1 a2 be some another constant a. So here we have the solution of first one-dimensional wave equation in the form u of x equal to a e raised to I kx plus or minus omega t. പക്ഷെ ഈ ഇക്വേഷൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ ഇമാജിനറി നമ്പർ ഐ ഒക്കെ ഉണ്ട്. സോ റിയൽ, പക്ഷെ വേവ്സ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നമുക്കറിയാം, റിയൽ ലൈഫിൽ നമ്മളൊരു സ്ട്രിങ്ങിൽ വേവ് കൊടുത്തു ജസ്റ്റ് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ഉണ്ടാവും. അതൊക്കെ എന്തിനാണ് ഇമാജിനറി നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്? സോ നമ്മൾ ഇതിന്റെ റിയൽ പാർട്ട് എടുക്കുകയാണ്, ടേക്കിംഗ് ദ റിയൽ പാർട്ട്. ഓക്കെ, അതിന് മുമ്പ് വി നോ വാട്ട് ഇസ് ഇ റേസ് ടു ഐ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഊളേഴ്സ് തിയറം വിച്ച് സേസ് ദാറ്റ് ഇ റേസ് ടു ഐ എക്സ് ക്യാൻ ബി റെപ്രസെന്റ് ആസ് some sin x plus I cos x. So the real part of this equation is given by u of xt equal to a e raised to sorry the real part of this equation is given by, write it under page, അവിടെ വെറുതെ ചെറുതായിട്ട് എഴുതണ്ട. We have the solution of the equation in the form e raised to I kx plus or minus omega t, and taking the real part of this equation, imagine either imaginary function or taking the real part of this equation, we get u of x t equal to a sin kx minus omega t. അപ്പൊ നമുക്കൊരു കുറച്ചും കൂടി ക്ലിയർ ആയി. അതായത് ഒരു മീഡിയത്തിൽ കൂടി പോകുന്ന ഒരു വേവിനെ ഇറ്റ് ഈസ് എ സൈനസോയിഡൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി. ടിയുടെയും എക്സിന്റെ ഒക്കെ ഒരു സിനുസോഡൽ ഫംഗ്ഷൻ ആണ് ഒരു പൾസ് ആയാലും ഒരു വേവ് ആയാലും ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പൾസ് ആയാലും വേവ് ആയാലും ഇറ്റ് റെപ്രസെന്റ് വാട്ട് ഈസ് യു ഓഫ് എക്സ് ടി. That is the displacement from the equilibrium position, the element which is vibrating ചെയ്യുന്ന എലമെന്റ് equilibrium position എത്രത്തോളം ഡിസ്പ്ലേസ്ഡ് ആണ് at some x and time t. അതാണ് യു ഓഫ് എക്സ് ടി കാണിക്കുന്നത്. And we have that, and now we get the equation that u of xt is oscillatory, or it is a sinusoidal function of x and t. That means അത് പറഞ്ഞിരുന്ന ഒരു വേറൊരു കാര്യം കൂടിയാണ്, or it explains another thing, that each element of medium in which wave is propagating is undergoing a simple harmonic motion, അല്ലെങ്കിൽ ഒരു സിനുസോയിഡൽ ഓസിലേറ്ററി മോഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ട്രിങ്ങിൽ കൂടിയാണ് വൈബ്രേഷൻ. ഇപ്പോൾ ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ വേവ്സ് ഉണ്ടാവുകയാണ്, നമ്മൾ ജസ്റ്റ് പ്ലക്ക് ചെയ്ത് വേവ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ പ്രൂവ്സ് ദാറ്റ് ഈച്ച് എലമെന്റ് ഓഫ് സ്ട്രിങ്ങിലെ ഓരോ ചെറിയ എലമെന്റും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഡിസ്പ്ലേസ്മെന്റിൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതായത് ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ ഓർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓസിലേറ്റ് ചെയ്യുകയാണ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. സോ നമ്മൾ ഇത്രയും നേരം ചെയ്ത് വൺ ഡയമെൻഷണൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതൊരൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ വൺ ഡയമെൻഷണൽ വേവ് propagating through a one dimensional medium is given by dou square u by dou x square equal to 1 by v square dou square u by dou t square, where v is the velocity of propagation of wave. We assume that u of xt be in the form of x of x into t of t, where x of x is the function of x only and t of t is the function of y only. Substitute into our main equation and we get an equation like this. It says it has a property that the left hand side of the function is x, it is a function of x only, and right hand side of the equation has function of t only. It is a synoid in which only satisfying condition is both the left hand side and the right hand side of equation should be equal to some constant minus k square. We are assuming that constant be minus k square. So putting minus k square for each of the solution, taking that means 1 by x d square x by dx square equal to minus k square, and the right hand side is equal to minus k square. We get two differential equations defining the function t, capital T and capital X, and the general solution of such an equation is given by a2 e raised to plus or minus I omega t and x of x equal to some a1 e raised to I kx. Solving it, then substituting back to our main assumption, we get the general equation representing a wave traveling through a medium or unidirectional or in one dimension is given by u of x equal to a e raised to I kx plus or minus omega t.
and taking the real part of equation, we get u of xt is in the form a sin kx minus omega t. Okay, അതാണ് ചെയ്തത്. ഇനി if three-dimensional wave three-dimensional പോകുന്നെങ്കിൽ what we will get? If wave is traveling in three-dimensional, ആദ്യം എന്താ wave equation? The wave equation is given by dou square u by dou x square plus dou square u by dou y square plus dou square u by dou z square equal to 1 by v square dou square u by dou t square. ഇതാണ് ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല. വേണമെങ്കിൽ ഡെറിവേഷൻ നിങ്ങളെ ഗൈഡിലുണ്ട്, ജസ്റ്റ് നോക്കിയിട്ട് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുക്കുകയാണ്. ആദ്യം എക്സ് വെച്ച് സെക്കൻഡ് ഓർഡറിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് എടുത്തു, വൈ വെച്ചെടുത്തു, സെഡ് വെച്ചെടുത്തു. നമ്മളതിനെ സം ചെയ്യുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 by v square dou square u by dou t square. സോ ദിസ് ഈസ് ദ ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് ലേപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 1 by v square dou square u by dou t square റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേർ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡെൽ സ്ക്വയർ? ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ ഈസ്, ഐ തിങ്ക് ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവുന്നു. ഡെൽ സ്ക്വയർ ഈസ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ dou z square. This is the del square operator. So the three-dimensional wave equation is given by this. ഞാൻ ഇത്രയും ചെറിയ സമയം കൊണ്ട് ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വൺ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൺ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അതിൻ്റെ സൊല്യൂഷനാണ് കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് പഠിക്കുന്നതാണ് ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അത് നിങ്ങളുടെ എക്സാമിനായാലും ആദ്യം വൺ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ചോദിക്കും, അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വൺ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക and write three-dimensional wave equation, and the solution of three-dimensional wave equation is given by, കാരണം നമ്മൾ one dimensional wave equation solution ഇപ്പോൾ സോൾവ് ചെയ്തില്ലേ, similarly solution of a three-dimensional wave equation is given by, it is function of u of x, y, z and t. മറ്റ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ആയിരുന്നു. അത് വൺ ഡയമെൻഷനിലേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ യു ഓഫ് എക്സ് ടി ആയിരുന്നു. അതായത് at some position x and t, what is the maximum displacement of particle? But three-dimensional wave equation three-dimensionally displacementum time t three-dimensionally എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് കാണണം. സോ യു ഓഫ് എക്സ് വൈ സെഡ് ടി is given by a e raised to I k dot r. R is the position coordinate, position vector plus or minus omega t. This is the solution of three-dimensional wave equation where u of x, y, z, t. Three-dimensional wave equation, three-dimensionally propagate in the wave. So what is the displacement of the particle at some position x, y, t, x, y, z and at time t? It is given by a e raised to I k dot r plus or minus omega t. Here k is a vector and r is the position vector. നമ്മൾ ഏത് പൊസിഷനാണോ, ഏത് പൊസിഷനിലെ പാർട്ടിക്കിളിൻ്റെ ആണോ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യുന്നത്, അതാണ് ദിസ് പൊസിഷൻ വെക്ടർ ആർ. കൂടാതെ ഈ കെ എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം കെ എക്സ് ഐ ക്യാപ്പ് പ്ലസ് കെ വൈ ജെ ക്യാപ്പ് പ്ലസ് കെ സെഡ് കെ ക്യാപ്പ്. കാരണം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഒരു കെ സ്ക്വയർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എടുത്തില്ലേ, നമ്മൾ ത്രീ-ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 1 by x square d square x by dx square ഒരു കോൺസ്റ്റന്റ് മൈനസ് കെ എക്സ് സ്ക്വയർ എടുക്കും. അതുപോലെ 1 by y d square x by dy square ഒരു മൈനസ് കെ വൈ സ്ക്വയർ എടുക്കും. സോ വി ഹാവ് ത്രീ കോൺസ്റ്റന്റ് കെ എക്സ്, കെ വൈ, കെ സെഡ്. സോ ദിസ് കെ വെക്ടർ ഈസ് ഗിവൺ ബൈ കെ എക്സ് വൈ ക്യാപ് പ്ലസ് കെ വൈ ജെ ക്യാപ് പ്ലസ് കെ സെഡ് ജെ ക്യാപ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടറുമായിട്ട് ഇത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും. സോ ഇന്ന് ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. നോട്ടൊക്കെ ലിൻവേസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നോട്ടിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. എഴുതുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് നോട്ടിഫൈ ചെയ്യാം. നിങ്ങൾ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് വേണം നിങ്ങളോട് പറയാം.
ഓക്കെ. നിങ്ങൾക്ക് ലാബ് ഇന്ന് ഞാനല്ല, ഇന്ന് അനഘ മിസ് ആണെന്ന് തോന്നുന്നു, നാളെയാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലെന്നാ അറ്റൻഡൻസ് പറഞ്ഞോളൂ. 1 2 3 ഇല്ല. 4 5 6 7 8 9 10 11 ഇല്ല. 11 12 13 14 15 16 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 ഇല്ല. അടുത്ത 37 36 present ഓക്കെ. 38 ഇല്ല. 38 39 ഇല്ല. 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 ഇല്ല. ഓക്കെ. അപ്പോൾ അബ്സെൻ്റ് ആയിട്ടുള്ള ആകെ ഉള്ളത് 63 മാത്രമാണ്. ഓക്കെ. സോ താങ്ക് യു.